കുറവലങ്ങാട് ബൈപ്പാസ് നിർമ്മാണത്തിന് മറവിൽ വലിയ തോട് കയ്യേറുന്നതായുള്ള പരാതിയിൽ 7 പേർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തു. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പൊതുമരാമത്ത് വകുപ്പ് കോട്ടയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് കുറവലങ്ങാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ, 2 സ്വകാര്യ വ്യക്തികൾ എന്നിവരടക്കമുള്ള 7 പേർക്കാണ് കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഭരണകക്ഷി അംഗം കൂടിയായ സിബി സെബാസ്റ്റ്യൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. 9-ന് ഹൈക്കോടതിയിൽ ഹാജരാകാനും ഇവരോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി വിധി മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ശക്തമായിരുന്നു. തോട് ഗതിമാറ്റി ഒഴുക്കുകയോ തോടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയോ ചെയ്തില്ലെന്ന് 2007-ൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സത്യവാങ്മൂലം നൽകിയിരുന്നതാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. വലിയ തോട് സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിനെതിരെ പഞ്ചായത്ത് മെമ്പർമാരായ ഞാനും ജോലിയും കൂടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് 1-ാം തീയതി പരാതി കൊടുക്കുകയും വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറി നടപടിയൊന്നും എടുക്കാതിരുന്ന സാഹചര്യത്തിൽ RDOയെ സമീപിക്കുകയും RDO പഞ്ചായത്ത് സെക്രട്ടറിക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടും 10 ദിവസമായിട്ടും നടപടികളൊന്നും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആണ് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഉണ്ടായ സാഹചര്യം. 5-ാം തീയതി ഉണ്ടായ സർവകക്ഷി യോഗത്തിലും 6-ാം തീയതി ഉണ്ടായ പഞ്ചായത്ത് കമ്മിറ്റിയിലും എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി 7-ാം തീയതി ഈ പ്രദേശം വീണ്ടും 2 പഞ്ചായത്ത് മെമ്പർമാരും PWD എഞ്ചിനീയറും കൂടി ചെന്ന് കുറ്റിയടിച്ചില്ല കയറി കെട്ടിക്കൊടുത്തെന്നാണ് അവിടുത്തെ തൊഴിലാളികളും ഇതിൻ്റെ കോൺട്രാക്ടറുടെ നടത്തിപ്പുകാരനും പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുകയും അവർ പണി നിർത്തി വെപ്പിക്കുകയും ചെയ്തു. വീണ്ടും ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും പ്രത്യേക മെസ്സഞ്ചർ മുഖേന കളക്ടർ ഉൾപ്പെടെ 7 പ്രതികൾക്ക് നാളെ കോടതിയിൽ ഹാജരാകാൻ പ്രത്യേക മെസ്സഞ്ചർ മുഖേന നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പേര് പറയണം. 9/11 ഹൈക്കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ജില്ലാ കളക്ടർ, RDO, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, PWD എഞ്ചിനീയർ, പിന്നെ 2 സ്വകാര്യ വ്യക്തികൾ. ഇതിനെ സംബന്ധിച്ച് ജനങ്ങളിലുണ്ടായ അവ്യക്തത നീക്കുവാനായിട്ട് റോഡ് പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടും പ്രൈവറ്റ് വ്യക്തികളെ കൊണ്ട് അളപ്പിക്കാനാണ് ചില പ്രമുഖരുടെ താല്പര്യം. ഇതിനെതിരെ ഞങ്ങളെല്ലാവരും ശക്തമായ താലൂക്ക് സർവേരെ കൊണ്ട് അളപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്.